ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് കണ്ടാലോ? അധികം വിഭവസമൃദ്ധമല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു വിഭവസമൃദ്ധമാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് എൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു ഉച്ചയൂണിന് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ബിരിയാണി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചോറും ചിക്കനും അങ്ങനെ കുറച്ച് ലിമിറ്റ് ആക്കി കുറച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതല്ലെങ്കിലും മരുമക്കൾ വരുമ്പോൾ ഏത് വീട്ടിലായാലും അമ്മായിമ്മമാർ കുറച്ച് വിഭവസമൃദ്ധമായിട്ട് തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുക. അതിപ്പോൾ എത്ര പണക്കാരായാലും ശരി, പാവപ്പെട്ട വീട്ടിലത്തെ ആൾക്കാരായാലും ശരി, ഒന്നുമില്ലെങ്കിൽ ഒരു ചിക്കനെങ്കിലും മേടിക്കാത്ത വീടുകൾ ഇന്ന് അപൂർവ തോന്നുന്നു. ഇനി അഥവാ പറയാതെട്ട് കയറി വരച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു ആംപ്ലേറ്റെങ്കിലും അടിക്കും. അത് മരുമക്കളോടുള്ളൊരു സ്നേഹവും മക്കളോടുള്ള സ്നേഹമാണല്ലേ. നല്ല മരുമക്കളാച്ചാൽ പിന്നെ പറയുകയും വേണ്ട. എന്നെ സംബന്ധിച്ച് അതിനെനിക്ക് ഭാഗ്യമായിട്ട് കേട്ടോ. നല്ല സൽസ്വഭാവിയായ സ്നേഹസമ്പന്നനായ നല്ലൊരാളെ എന്നെ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നു, അത് വിട്ടുപോയി. ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് നാരങ്ങാച്ചാറായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു. ചിക്കൻ വറുത്തതും പിന്നെ ഇത് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മസാല പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും. ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മോരുകറിയാണ്. ഈ മോരുകറി ഇന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നലത്തെ മോരുകറിയൊക്കെ തലേ ദിവസത്തെ മോരുകറിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പ്രത്യേകിച്ച് ചിക്കനും മോരുകറിയൊക്കെ അങ്ങനെ നിങ്ങൾ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ലാത്തവർ കഴിച്ചു നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പപ്പടം, അത് പിന്നെ മസ്റ്റാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമ്മുടെ തലേ ദിവസത്തെ മോരുകറിയും ചിക്കനും വറുത്ത ചിക്കനും അച്ചാറും പപ്പടും കൂടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഊണ്. അടിപൊളി ഊണായിരുന്നു. ഞാൻ ഈ ചിക്കനിന് പിടി വലിയും കൂടുന്നത് എന്താ വെച്ചാൽ ഞാൻ തൊടുന്ന ഭാഗങ്ങളൊക്കെ എല്ലാം. അപ്പം ഞാൻ ഒരു ഉരുള നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ചിക്കൻ നല്ല സോഫ്റ്റുള്ള ഭാഗം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് തപ്പുന്നത്. അതാണ് കുറച്ച് ഡിലേ ആയത് കേട്ടോ എടുക്കാനും. അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പറയാൻ വിട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ടേബിളിൽ വന്നപ്പോഴാണ് കണ്ടത്. മുട്ട പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മരുമകന് വേണ്ടി തയ്യാറാക്കിയത്, ഇന്ന് കുഴപ്പമില്ലാത്തത് പാത്രം നിറയെ ഇന്ന് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഭവസമൃദ്ധമായ സദ്യ. ഞങ്ങളെല്ലാവരും കൂടെ ആസ്വദിച്ച് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ഈ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.